ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതെ, യേശുവിൻ്റെ ജനനത്തിൻ്റെ സദ്വാർത്ത ആദ്യം അറിഞ്ഞത് എളിയവരായ ഇടയന്മാരാണ്. നിഷ്കളങ്കമായ ജീവിതം നയിച്ചിരുന്ന അവർ തന്നെയാണ് ആ സദ്വാർത്ത അറിയുവാൻ യോഗ്യരും. പാതിരാവിൻ്റെ മഞ്ഞും കുളിരും വീണിരുന്ന ആ രാത്രിയിൽ തൻ്റെ ആടുകൾക്ക് കാവലായിരുന്ന നല്ല ഇടയന്മാർക്ക് ലോകപാപം നീക്കുന്ന ദൈവകുഞ്ഞാടായ ഈശോയുടെ ജനനത്തിൻ്റെ സദ്വാർത്ത അറിയിക്കപ്പെട്ടു. ലോകത്തിൽ യോഗ്യരെന്നും എല്ലാം തികഞ്ഞവരെന്നും പണ്ഡിതരെന്നും കരുതപ്പെട്ടിരുന്ന ഒത്തിരി പേരുടെ ഇടയിൽ നിന്നാണ് മനുഷ്യദൃഷ്ടിയിൽ തികച്ചും അയോഗ്യരായിരുന്ന, അജ്ഞരായിരുന്ന, യാതൊന്നുമില്ലാതിരുന്ന, ഓരോ ദിവസത്തിനു വേണ്ടിയുള്ള അപ്പത്തിനായി ഉപജീവനം നടത്തിയിരുന്ന എളിയവരായ ഇടയന്മാർക്ക് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഉടയവനായ ഉണ്ണി യേശുവിനെ ദർശിക്കുവാനുള്ള സൗഭാഗ്യം ലഭിച്ചത്. പുറം കണ്ണുകൾ തുറന്നിരുന്നതുകൊണ്ട് മാത്രം ചില സൗഭാഗ്യങ്ങൾ കാണുവാൻ കഴിയണമെന്നില്ല. അകക്കണ്ണുകൾ കൊണ്ട് ചിലത് ദർശിക്കുവാനും മനസ്സിലാക്കുവാനും ഹൃദയ നൈർമല്യത്തോടെ ദൈവതിരുമുൻപിൽ വ്യാപരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും ഈശോയെ നമ്മുടെ വഴികളിൽ കണ്ടുമുട്ടുവാനും അവനോടൊപ്പം സഞ്ചരിക്കുവാനുമുള്ള സൗഭാഗ്യം ലഭിക്കും. ആ കാലഘട്ടത്തിൽ ഒത്തിരി സ്ത്രീകൾ ദൈവകുമാരൻ്റെ അമ്മയാകാനുള്ള സൗഭാഗ്യത്തിനായി പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ മറിയം പ്രാർത്ഥിച്ചിരുന്നത് ദൈവകുമാരൻ്റെ അമ്മയുടെ ദാസിയാകാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ എളിയവളായ മറിയത്തെയാണ് ദൈവം ലോകരക്ഷകൻ്റെ അമ്മയാകുവാനായി തിരഞ്ഞെടുക്കുന്നത്. വചനം പറയുന്നു, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. വിനീത ഹൃദയങ്ങളെ തൻ്റെ കൃപകളാൽ കടാക്ഷിക്കുന്ന രക്ഷകൻ്റെ ജനനത്തിൻ്റെ സന്തോഷം നമ്മുടെ കൊച്ചു ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങാം. ഹൃദയ നൈർമല്യത്തോടെ, എളിമ നിറഞ്ഞ ജീവിതത്തോടെ ഈ ലോക ജീവിതം ധന്യമാക്കുവാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്രിസ്തുമസ് കാലം കൂടുതൽ സുന്ദരമാക്കാം.